പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മൈക്രോ ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ ഡിസൈനിങ്ങിൻ്റെയും ലേഔട്ടിൻ്റെയും അടിസ്ഥാന ചുവടുകൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മൈക്രോ ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ ഡിസൈനിങ്ങിൻ്റെ മുന്നോടിയായി ഫീൽഡ് ഡാറ്റ ക്രോഡീകരിക്കുന്നതിനുള്ള അടിസ്ഥാന ചുവടുകളാണ്: 1. സർവേ, 2. ഡാറ്റ ശേഖരണം, 3. ഡാറ്റയുടെ വിശകലനം. അടുത്തതായി ഏതെല്ലാം തരം ഡാറ്റകളാണ് ശേഖരിക്കേണ്ടതെന്ന് നോക്കാം. കാറ്റഗറീസ് ഓഫ് ഡാറ്റ: 1. ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ, 2. ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ഭൂപ്രകൃതി, 3. ക്രോപ്സ് ആൻഡ് ക്രോപ്പിംഗ് ഡാറ്റ, വിളകളുടെയും കൃഷിരീതികളുടെയും വിവരം, സോയിൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മണ്ണിൻ്റെ ഗുണസവിശേഷതകൾ, വാട്ടർ സപ്ലൈ കപ്പാസിറ്റി, ജലവിതരണ ശേഷി എന്നിവയാണവ. ഒരു നിശ്ചിത പ്രദേശത്തിന് ഡ്രിപ്പ് സംവിധാനം രൂപകൽപ്പന ചെയ്യുമ്പോൾ പമ്പ് സെറ്റ് തുടങ്ങിയ ലഭ്യമായ ഉപകരണങ്ങളുടെ വിശദാംശങ്ങളും, വയലിലെ ജലവിതരണ പൈപ്പ് ലൈനുകൾ, ജലസ്രോതസ്സുകളുടെ സ്ഥാനം, ലഭ്യത, തൊഴിൽ ചെലവ്, വൈദ്യുതി വിതരണത്തിൻ്റെ ലഭ്യത എന്നിവയും പരിഗണിക്കണം. ഉദാഹരണത്തിന്, പമ്പിൽ നിന്നുള്ള ഒഴുക്ക് കുറവാണെങ്കിൽ ജലസേചനം നടത്തേണ്ട പ്രദേശത്തിൻ്റെ വിഭജനം ആവശ്യമാണ്. ഇൻസ്റ്റലേഷൻ്റെ ജലസ്രോതസ്സ് എവിടെയാണെന്ന് കണക്കിലെടുക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം പൈപ്പ് ലൈൻ വിതരണ രൂപകൽപ്പന ജലസ്രോതസ്സിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. ഒന്നാമതായി ക്ലൈമാറ്റിക് ഡാറ്റ. ഇത് 2 തരമുണ്ട്: റെയിൻഫാൾ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ, ഓരോ കാലത്തുമുള്ള മഴയുടെ വിതരണവും അളവും. അടുത്തത് റഫറൻസ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ അല്ലെങ്കിൽ ET0. നന്നായി നനഞ്ഞ പുല്ല് നിറഞ്ഞൊരു സ്ഥലത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള ബാഷ്പപ്രവാഹത്തിനാണ് റഫറൻസ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ അല്ലെങ്കിൽ ET0 എന്ന് പറയുന്നത്. അടുത്തതായി കാലാവസ്ഥാ ഏകകങ്ങൾ അല്ലെങ്കിൽ വെതർ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അന്തരീക്ഷ ഊഷ്മാവ് അല്ലെങ്കിൽ എയർ ടെമ്പറേച്ചർ, സോളാർ റേഡിയേഷൻ അല്ലെങ്കിൽ സൂര്യതാപം, റെയിൻഫാൾ ഓർ പ്രസിപ്പിറ്റേഷൻ മഴ, വിൻഡ് സ്പീഡ് അല്ലെങ്കിൽ കാറ്റിൻ്റെ വേഗത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ആപേക്ഷിക ആർദ്രത എന്നിവയാണ് പ്രധാനപ്പെട്ട കാലാവസ്ഥാ ഏകകങ്ങൾ. സൂര്യപ്രകാശം ലഭിക്കുന്ന സമയം, അന്തരീക്ഷ ഊഷ്മാവ്, കാറ്റിൻ്റെ വേഗത എന്നിവ കൂടുന്നതിനനുസരിച്ച് ബാഷ്പീകരണത്തിൻ്റെ തോതും കൂടും. ആപേക്ഷിക ആർദ്രത കൂടുമ്പോൾ ബാഷ്പീകരണത്തിൻ്റെ തോത് കുറയും. മഴയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ബാഷ്പീകരണത്തിൻ്റെ അളവിൽ കുറവ് വരുന്നതാണ് ഈ കാണുന്ന ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. വർഷത്തിൽ വിവിധ സീസണുകളിൽ ജലസേചനം എപ്പോൾ എത്ര തവണ ആവശ്യമാണെന്ന് നമുക്ക് കാലാവസ്ഥ രേഖകൾ പരിശോധിച്ച് മനസ്സിലാക്കാം. ജലത്തിൻ്റെ ഉപഭോഗ നിരക്കിലും ജലസേചനത്തിൻ്റെ ആവൃത്തിയിലും കാലാവസ്ഥ വ്യതിയാനമുണ്ടാക്കുന്നു. ഉയർന്ന താപനില, കുറഞ്ഞ ഈർപ്പം, ഉയർന്ന കാറ്റിൻ്റെ വേഗത, കൂടുതൽ സൗരവികിരണം എന്നിവ വിളകൾക്ക് കൂടുതൽ ജലസേചനം നടത്തേണ്ടത് അനിവാര്യമാക്കുന്നു. കാരണം ബാഷ്പീകരണവും സ്വേദനവും ഉയർന്ന തോതിൽ നടക്കുകയും വയലുകളുടെ വരൾച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും വരണ്ട പ്രദേശങ്ങളിലും വേനൽക്കാലത്തും ഇത് സംഭവിക്കുന്നു. ഇതിന് വിപരീതമായി മഴക്കാലത്ത് ഉയർന്ന മഴയും ആപേക്ഷിക ആർദ്രതയും വിളകളുടെ ജലസേചന ആവശ്യകത കുറക്കുന്നു. ജലസേചനം ആവശ്യമെങ്കിൽ കൂടുതൽ ഇടവേളകൾ പ്രയോഗിക്കുകയും ചെയ്യാം. അതുപോലെ ശൈത്യകാലത്ത് ബാഷ്പീകരണം, സ്വേദനം, മഞ്ഞുവീഴ്ച, രാത്രി സമയത്തെ ഈർപ്പം, സൂര്യതാപം എന്നിവ കുറവായതിനാൽ വേനൽക്കാലത്തേക്കാൾ ജലസേചനത്തിൻ്റെ ആവൃത്തി കൂടുതലായിരിക്കും. വളരെ കൃത്യതയോടെ ബന്ധപ്പെട്ട പ്രദേശത്തിൻ്റെ ഒരു മാപ്പ് തയ്യാറാക്കുന്നതോടുകൂടിയാണ് ടോപ്പോഗ്രാഫിക് ഡാറ്റ ആരംഭിക്കുന്നത്. ഇതിനുവേണ്ടി സ്കെയിൽ അനുസരിച്ച് വരയ്ക്കുകയും ചെയ്യേണ്ടതാണ്. പ്രധാന പൈപ്പുകളുടെയും ലാറ്ററലുകളുടെയും ദൈർഘ്യം അതിൽ അളക്കാൻ കഴിയുന്ന തരത്തിൽ എല്ലാ അളവുകളും കാണിക്കുന്നത് അത്യാവശ്യമാണ്. ഇത് ഒരു കോണ്ടൂർ മാപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ കുറഞ്ഞത് ജലസ്രോതസ്, വൈദ്യുതി വിതരണം, പമ്പിൻ്റെ സ്ഥാനം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രസക്തമായ എല്ലാ വിവരണങ്ങളും കാണിക്കുന്ന ഒരു മാപ്പ് ആയിരിക്കണം. ഒരു കോണ്ടൂർ മാപ്പാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. കോണ്ടൂർ ലൈനുകൾ ഉപയോഗപ്പെടുത്തി ഭൂപ്രദേശത്തിൻ്റെ ആകൃതി കാണിക്കുന്ന ഒരു ടോപ്പോഗ്രഫിക് മാപ്പാണ് കോണ്ടൂർ മാപ്പ്.
പ്ലോട്ടിന്റെ അതിരുകൾ, വിവിധ ഭാഗങ്ങൾ, വിളയുടെ ഇടയകലം, വിള നിരകളുടെ ദിശ, പമ്പ്, ജലസ്രോതസ്സ്, വൈദ്യുതി ലഭ്യത എന്നിവയുടെ സ്ഥാനവും പ്ലോട്ടിലേക്കുള്ള ഉയരവ്യത്യാസവും കോണ്ടൂർ മാപ്പിലുണ്ടായിരിക്കണം. മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിനായി തയ്യാറാക്കുന്ന കോണ്ടൂർ മാപ്പ് 1:1500 അനുപാതത്തിൽ ചെറിയ പ്ലോട്ടുകൾക്കും 1:2500 അനുപാതത്തിൽ വലിയ പ്ലോട്ടുകൾക്കും തയ്യാറാക്കുക. പരമാവധി 1 മീറ്റർ ഇടവേളകളിൽ കോണ്ടൂർ ലൈൻസ് അടയാളപ്പെടുത്തുകയും വേണം. ഡ്രിപ്പ് ഇറിഗേഷൻ ഘടകങ്ങൾ എല്ലാം മർദ്ദത്തോട് സംവേദനക്ഷമമാണ്. കാരണം ഡ്രിപ്പ് സംവിധാനങ്ങൾ വളരെ കുറഞ്ഞ മർദ്ദത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡ്രിപ്പ് സിസ്റ്റങ്ങളിൽ കുത്തനെയുള്ള ചെരുവുകളിലൂടെ വരിയുടെ അവസാനത്തെ മർദ്ദം വളരെ അധികം വർദ്ധിക്കുകയും വരിയുടെ അടിയിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കുകയും ചെയ്യും. ഈ രൂപകൽപ്പനയിൽ പ്രഷർ കോമ്പൻസേറ്റിംഗ് ഡിവൈസസ് സാധാരണയായി ഉപയോഗപ്പെടുത്തുന്നു. മുകളിലേക്ക് ചെരുവുകളുള്ള ഡ്രിപ്പ് സിസ്റ്റങ്ങളിൽ മർദ്ദനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ആവശ്യത്തിന് മർദ്ദം നഷ്ടപ്പെട്ടാൽ വരിയുടെ അവസാനം പോലും വെള്ളം ലഭിക്കാനിടയില്ല. തൽഫലമായി ലൈനിലുടനീളം വെള്ളം നന കൃത്യമായി നടക്കില്ല. ഈ കേസിൽ മർദ്ദനഷ്ടം പരിഹരിക്കാൻ ഉയർന്ന ഓപ്പറേറ്റിംഗ് മർദ്ദങ്ങൾ അല്ലെങ്കിൽ താഴ്ന്ന ഫ്ലോ എമിറ്ററുകൾ സഹായിക്കും. മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം ലേഔട്ടിൽ ഫീൽഡിന്റെ ആകൃതി, വലിപ്പം, ചെരിവ് എന്നിവ കണക്കിലെടുത്ത് മെയിൻ, സബ് മെയിനുകൾ, ലാറ്ററലുകൾ എന്നിവയുടെ ക്രമീകരണം നടത്തുന്നു. കഴിയുന്നിടത്തോളം സബ് മെയിൻ ഫീൽഡിന്റെ ചെരിവിലൂടെയും ലാറ്ററൽ ചെരിവിലുടനീളം അല്ലെങ്കിൽ ഫീൽഡിന്റെ കോണ്ടൂർ ലൈനിലൂടെയും സ്ഥാപിക്കണം. പ്രധാന സബ് മെയിൻ ലൈനുകളുടെ വലിപ്പവും സ്ഥാനവും നിർണ്ണയിക്കാൻ സ്ഥലത്തിന്റെ പൊതുവായ ചെരിവ് അറിയേണ്ടത് അത്യാവശ്യമാണ്. മർദ്ദത്തിന്റെ കുറവ് നികത്താൻ ഉപയോഗിക്കുന്ന സബ്മെയിനുകൾ, ലാറ്ററുകൾ, എമിറ്റുകൾ തുടങ്ങിയവയുടെ രൂപകൽപ്പനയെ ഫീൽഡിന്റെ നീളവും വീതിയും സ്വാധീനിക്കുന്നു. സബ്മെയിനുകളിൽ നിന്ന് ലാറ്ററുകളിലേക്കുള്ള ജലപ്രവാഹം അല്ലെങ്കിൽ ലാറ്ററിൽ നിന്ന് ഓരോ എമിറ്ററിന്റെയും ഒഴുക്ക് നിയന്ത്രിക്കുന്നത് സബ്മെയിൻ ലാറ്ററൽ ലൈനുകളിലെ മർദ്ദ വിതരണമാണ്. ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ ലൈനിലെ സബ്മെയിൻ അല്ലെങ്കിൽ ലാറ്ററൽ മർദ്ദം നിയന്ത്രിക്കുന്നത് ഘർഷണത്തിലൂടെയുള്ള എനർജി ഡ്രോപ്പും താഴേക്കോ മുകളിലേക്കോ ചെരുവിലൂടെയുള്ള ഊർജ്ജ നഷ്ടമോ ലാഭമോ ആണ്. ഒരു ലാറ്ററൽ ലൈനിലൂടെയുള്ള സമ്മർദ്ദ വിതരണം നിർണ്ണയിക്കാമെങ്കിൽ എമിറ്ററുകളെ വലിപ്പം ക്രമീകരിച്ചോ അല്ലെങ്കിൽ എമിറ്ററുകൾ തമ്മിലുള്ള ദൂരം ചെറുതായി ക്രമീകരിച്ചോ ഏകീകൃത ജലസേചനം അല്ലെങ്കിൽ യൂണിഫോം ഇറിഗേഷൻ നടത്താൻ നമുക്ക് സാധിക്കും. എലിവേഷനിൽ 2.3 അടിയുടെ മാറ്റം മർദ്ദത്തിൽ 1 PSIയുടെ മാറ്റം വരുത്തുന്നു. താഴേക്ക് ചെരിവുള്ള ഒരു ഫീൽഡ് പ്രയോജനപ്പെടുത്തുന്നതിന് ചിലപ്പോൾ ഒരു ലാറ്ററൽ രൂപകൽപ്പന ചെയ്യാൻ കഴിയും. അങ്ങനെ ഘർഷണം മൂലം നഷ്ടപ്പെടുന്ന ഊർജം എലിവേഷൻ ഡ്രോപ്പ് നേടിയ ഊർജത്തെ സന്തുലിതമാക്കുന്നു. എന്നിരുന്നാലും മിക്കപ്പോഴും 5% കൂടുതൽ കുത്തനെയുള്ള ചെരുവുകളിൽ സമ്മർദ്ദം നിലനിർത്തുന്നതിന് ലാറ്ററലുകൾ ചെറുതാക്കണം, അല്ലെങ്കിൽ പ്രഷർ കോമ്പൻസേറ്റിംഗ് എമിറ്റേഴ്സ് അഥവാ പ്രഷർ റെഗുലേറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യണം. കൃഷിയിടത്തിന്റെ പലതരത്തിലുള്ള വിസ്തൃതിക്കും അനുസരിച്ച് ഉള്ള ലേഔട്ടുകളാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ചെരിവുള്ള ഒരു സ്ഥലത്ത് ഡ്രിപ്പ് ജലസേചനം സംവിധാനിച്ചിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മെയിൻ ലൈൻ പ്ലോട്ടിന്റെ ചെരിവിന് ലംബമായും ലാറ്ററൽസ് കോണ്ടൂറിന് സമാന്തരമായും സ്ഥാപിച്ചിരിക്കുന്നു. ലാറ്ററൽ ലൈൻസ് ഒരു ചെരിവുള്ള സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായി ഡാറ്റ ഓഫ് സോയിൽ പ്രോപ്പർട്ടീസ്. ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ എമിറ്ററുകളുടെ തരവും എമിറ്ററുകൾക്കിടയിലുള്ള അകലവും ജലസേചനത്തിന്റെ ഷെഡ്യൂളും തീരുമാനിക്കാൻ കൃഷിസ്ഥലത്തിന്റെ മണ്ണിന്റെ സവിശേഷതകളായ വെള്ളത്തിന് ഊർന്നിറങ്ങാനുള്ള കഴിവ്, മണ്ണിന്റെ ടെക്സ്ചർ, മണ്ണിന്റെ ആഴം, വെള്ളം നനയുന്ന രീതി മുതലായവ പറ്റിയുള്ള അറിവ് അത്യന്താപേക്ഷിതമാണ്. അടുത്തതായി പ്രധാനപ്പെട്ട സോയിൽ പ്രോപ്പർട്ടീസ്. സോയിൽ ഡെപ്ത് അല്ലെങ്കിൽ മണ്ണിന്റെ ആഴം, സോയിൽ ടെക്സ്ചർ ആൻഡ് സ്ട്രക്ചർ മണ്ണിന്റെ തരവും ഘടനയും, സോയിൽ സലൈനിറ്റി അല്ലെങ്കിൽ മണ്ണിന്റെ ലവണത്വം, ബൾക്ക് ഡെൻസിറ്റി സ്ഥൂല സാന്ദ്രത, സാച്ചുറേഷൻ പെർസെൻറ്റേജ്, ഫീൽഡ് കപ്പാസിറ്റി ആൻഡ് വിൽറ്റിംഗ് പോയിന്റ്, പരിപൂരണത്തിന്റെ തോത്, പരമാവധി ജലധാരണ ശേഷി, സ്ഥിരമായി വാടുന്ന നില, പ്രസൻസ് ഓഫ് സ്ട്രാറ്റിഫൈഡ് ലെയേഴ്സ് മൺപാളികളുടെ സാന്നിധ്യം, ഇൻഫിൽട്രേഷൻ റേറ്റ് ആൻഡ് ഹൈഡ്രോളിക് കണ്ടക്ടിവിറ്റി ഡാറ്റ മണ്ണിന്റെ ജലവ്യാപനത്തിന്റെ ഡാറ്റ.
മണ്ണിന്റെ ആഴം ജലസേചനത്തിന്റെ ആവൃത്തിയെ സ്വാധീനിക്കുന്നു. ആഴം കുറഞ്ഞ മണ്ണിന് കൂടുതൽ കാലം വിള ആവശ്യകത നിറവേറ്റാൻ ആവശ്യമായ വെള്ളം കൈവശം വയ്ക്കാൻ കഴിയില്ല. ഓരോ തവണയും ചെറിയ ആഴത്തിലുള്ള പതിവായ ജലസേചനം ആവശ്യമാണ്. കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള ആഴത്തിലുള്ള മണ്ണിൽ കൂടുതൽ ഇടവേളകളിൽ ജലസേചനം പ്രയോഗിക്കുന്നു. പ്രത്യേകിച്ചും റൂട്ട് സിസ്റ്റം വളരെ ആഴമുള്ളപ്പോൾ അത്തരം മണ്ണിന് കൂടുതൽ നേരം വെള്ളം നൽകാൻ കഴിയും. മണ്ണ് 3 തരം കണികൾ കൊണ്ടാണ് രൂപപ്പെടുന്നത്: സാൻഡ് അല്ലെങ്കിൽ മണൽ, സിൽട്ട്, ക്ലേ അല്ലെങ്കിൽ കളിമണ്ണ്. ഇവയുടെ വലിപ്പത്തിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന അതുപോലെ കളിമണ്ണ് വളരെ ചെറുതും മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ സാധിക്കുന്നതുമാണ്. അടുത്തതായി പലതരം സോയിൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് നമുക്ക് നോക്കാം. പരിപരുത്ത മണൽത്തരികൾക്ക് 2 മുതൽ 0.2 മില്ലിമീറ്ററാണ് വലിപ്പം. ചെറിയ മണൽത്തരികൾക്ക് 0.2 മുതൽ 0.02 മില്ലിമീറ്റർ സൈസും, സിൽട്ട് തരങ്ങൾക്ക് 0.02 മുതൽ 0.002 മില്ലിമീറ്ററും, കളിമൺ തരികൾക്ക് 0.002 താഴെയുമാണ് വലിപ്പം. മണ്ണിന്റെ ഘടക കണങ്ങളായ മണൽ, സിൽട്ട്, കളിമണ്ണ് എന്നിവയുടെ അനുപാതത്തിനാണ് സോയിൽ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇവിടെ പലതരത്തിലുള്ള കോമ്പിനേഷൻസ് ആണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. മണൽ മണ്ണ്, ലോം, കളിമണ്ണ് എന്നിവയുടെ രൂപവ്യത്യാസം ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മണ്ണിന്റെ ഘടന ഡ്രിപ്പ് ഇറിഗേഷൻ ഷെഡ്യൂളിനെ 2 പ്രധാന രീതികളിൽ ബാധിക്കുന്നു. മണ്ണ് എത്ര വേഗത്തിൽ വെള്ളം സ്വീകരിക്കുന്നു എന്ന് മണ്ണിന്റെ ഘടന നിർണ്ണയിക്കുന്നു. അങ്ങനെ അത് ഡ്രിപ്പർ ഫ്ലോ റേറ്റിനെയും സ്പേസിങ്ങിനെയും സ്വാധീനിക്കുന്നു. ചെടികളുടെ റൂട്ട് സോൺ ജലസംഭരണികളിൽ എത്ര വെള്ളം ഉണ്ടെന്നും അതിൽ ചെടിക്കു ലഭിക്കുന്ന വെള്ളത്തിന്റെ അളവ് എത്രയാണെന്നും നിർണ്ണയിക്കുന്നു. കളിമണ്ണ് കൂടുതൽ വെള്ളം പിടിച്ചു നിർത്തുന്നു, പക്ഷേ വെള്ളം വലിച്ചെടുക്കാനുള്ള റിലീസ് ചെയ്യാനും കൂടുതൽ സമയവും എടുക്കുന്നു. പശ്ചിമരാജ് മണ്ണ് കൃഷിക്ക് ഏറ്റവും പറ്റിയതാണ്. അത് കൂടുതൽ പോറസ് അല്ലെങ്കിൽ ദ്വാരങ്ങളുള്ളതും ഈർപ്പം നിലനിർത്തുന്നതുമാണ്. മണൽ മണ്ണ് കൂടുതൽ ദ്വാരങ്ങളുള്ളതും വളരെ വേഗം വെള്ളം കടത്തിവിടുന്നതും വളരെ കുറച്ച് മാത്രം വെള്ളം പിടിച്ചു നിർത്തുന്നതുമാണ്. മണ്ണിന്റെ ഘടന അല്ലെങ്കിൽ സോയിൽ സ്ട്രക്ചർ എന്നത് ആകൃതി, വലിപ്പം, പരസ്പരം പറ്റിനിൽക്കുന്ന സ്വഭാവം എന്നിവയിൽ വ്യത്യാസമുള്ള വിവിധ കൂടിച്ചേരലുകളിൽ മണ്ണിന്റെ കണങ്ങളുടെ, അതായത് മണൽ, സിൽട്ട്, കളിമണ്ണ് എന്നിവയുടെ ക്രമീകരണമാണ്. പലതരം മണ്ണിന്റെ ഘടനകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഗ്രാനുലാർ, അഗ്രിഗേറ്റ്, പ്ലേറ്റി, ബ്ലോക്കി, കോളംനാർ അല്ലെങ്കിൽ പ്രിസമാറ്റിക്, മാസീവ് എന്നീ ഘടനകൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. നനയുടെ രീതി അല്ലെങ്കിൽ വെറ്റിംഗ് പാറ്റേണിന്റെയും ജലവിതരണത്തിന്റെയും മണ്ണിന്റെ ഘടന സ്വാധീനിക്കുന്നു. ഞെരുങ്ങിയ ലെയറുകളും തിരശ്ചീന ലെയറുകളും ലംബമായ പെർക്കുലേഷന്റെ ചെലവിൽ ജലത്തിന്റെ തിരശ്ചീന പ്രവാഹം വർദ്ധിപ്പിക്കുന്നു. മറുവശത്ത് മണ്ണിൽ കുത്തനെ കാണുന്ന വിള്ളലുകൾ ജലത്തിന്റെ താഴോട്ടുള്ള ഒഴുക്കിനെ വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ മുകളിലെ പാളികൾ അപൂർണമായി മാത്രം നനയുകയും ചെയ്യുന്നു. ഒരു എമിറ്റർ കൊണ്ട് പലതരത്തിലുള്ള മൺതരങ്ങൾ നനയുന്നതിലുള്ള വ്യത്യാസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടി കണക്കിലാണ് കൊടുത്തിരിക്കുന്നത്. മണൽ 2 അടി, ലോം 5 അടി, കളിമണ്ണ് 7 അടി എന്നിങ്ങനെയാണ് നനയുന്ന ഡയമീറ്റർ. വ്യത്യസ്തതരം മണ്ണുകളുടെ വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇഞ്ചസ് പെർ ഫീറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. കോഴ്സ് സാൻഡ് അല്ലെങ്കിൽ പരുപരുത്ത മണൽ 0.25 മുതൽ 0.75 വരെയും,
ചെറിയ മണൽത്തരം അല്ലെങ്കിൽ ഫൈൻ സാൻഡ് 0.75 മുതൽ 1 വരെയും, ലോം അല്ലെങ്കിൽ പശ്ചിമരാശി മണ്ണ് 1.8 മുതൽ 2 വരെയും, ക്ലേ അല്ലെങ്കിൽ കളിമണ്ണ് 1.2 മുതൽ 1.5 വരെയും ഇഞ്ചാണ് ഫീറ്റിലുള്ള കണക്ക്. മണ്ണിൻ്റെ മീറ്റർ നിരക്കിലുള്ള ആഴത്തിൽ മില്ലിമീറ്റർ ലഭ്യമായ ജലത്തിൻ്റെ അളവാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സാൻഡ് അല്ലെങ്കിൽ മണൽ മണ്ണ് 25 മുതൽ 100 mm, ലോമി സോയിൽ അല്ലെങ്കിൽ പശ്ചിമരാശി മണ്ണ് 100 മുതൽ 175 mm, ക്ലേ അല്ലെങ്കിൽ കളിമണ്ണ് 170 മുതൽ 250 mm. മണ്ണിൻ്റെ തരവും എമിറ്ററുകളുടെ തമ്മിലുള്ള അകലവും നോക്കാം. മണൽ മണ്ണ്. മണൽ നിറഞ്ഞ മണ്ണിലൂടെ വെള്ളം വേഗത്തിൽ നീങ്ങുന്നു. ഡ്രിപ്പറിൽ നിന്ന് വളരെ ദൂരം സഞ്ചരിക്കില്ല. ഈ തരത്തിലുള്ള മണ്ണിൽ തിരശ്ചീനത്തേക്കാൾ വളരെ ലംബമായാണ് നനയുന്ന രീതി. മണ്ണിൽ ഡ്രിപ്പ് സിസ്റ്റം രൂപകൽപ്പനയിൽ ഉയർന്ന ഫ്ലോ ഉള്ള ഡ്രിപ്പറുകളും പരസ്പരം അടുത്ത് കിടക്കുന്ന ഡ്രിപ്പറുകളും ഉപയോഗിക്കേണ്ടതാണ്. കുറഞ്ഞ സമയത്തേക്ക് കൂടിയ ഫ്ലോ റേറ്റിൽ കൂടിയ ആവൃത്തിയിൽ ഇറിഗേഷൻ നടത്തണം. പശ്ചിമരാശി അല്ലെങ്കിൽ ലോമി മണ്ണ് മണൽ മണ്ണിനേക്കാൾ സാന്ദ്രമാണ്. അതിനാൽ വെള്ളം മന്ദഗതിയിൽ സഞ്ചരിച്ച് ലംബമായും തിരശ്ചീനമായും മണ്ണിലൂടെ കൂടുതൽ വ്യാപിക്കാൻ അനുവദിക്കുന്നു. മിഡ് റേഞ്ച് ഡ്രിപ്പ് എമിറ്ററുകൾ ഇത്തരം മണ്ണുകളിൽ ഒരു നല്ല ചോയ്സാണ്. കൂടാതെ വെറ്റിംഗ് പാറ്റേൺ വലുതായിരിക്കുമെന്നതിനാൽ ഡിസൈനിൽ എമിറ്ററുകൾ കൂടുതൽ അകലം പാലിക്കാൻ കഴിയും. കളിമൺ മണ്ണ്. ഇത്തരത്തിലുള്ള മണ്ണ് വളരെ സാന്ദ്രമാണ്. ഇത് വെള്ളം വളരെ സാവധാനത്തിൽ ആഗിരണം ചെയ്യുന്നു. ചെടിക്കടുത്തുള്ള മണ്ണിൻ്റെ ഉപരിതലത്തിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ ഈ മണ്ണിൽ മന്ദഗതിയിലുള്ള ഫ്ലോ റേറ്റ് ഉള്ള ഡ്രിപ്പറുകൾ ഉപയോഗിക്കണം. മണ്ണിൻ്റെ ഉപരിതലത്തിലുള്ള ഏതെങ്കിലും വെള്ളം ക്രമേണ ബാഷ്പീകരണത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ നനയ്ക്കാൻ ആഗ്രഹിക്കാത്ത സ്ഥലങ്ങളിലേക്കോ ഒഴുകിപ്പോകുന്നതിനോ നഷ്ടപ്പെടുന്നു. ഡ്രിപ്പ് ഇൻസ്റ്റലേഷനായി താഴ്ന്ന ഫ്ലോ റേറ്റ് ഡ്രിപ്പറുകൾ തിരഞ്ഞെടുക്കണം. കൂടുതൽ സമയത്തേക്ക് വെള്ളം നൽകുകയും വേണം. പ്രധാന മണ്ണിനങ്ങളുടെ എമിറ്ററുകളുടെ അകലവും ഫ്ലോ റേറ്റുമാണ് ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. എമിറ്റർ ഫ്ലോ റേറ്റ് കളിമണ്ണിന് 0.4 ഗാലൻ പെർ അവറും ലോമിന് 0.6 മണൽ മണ്ണിന് 1 ഗാലൻ പെർ അവറാണ്. എമിറ്റർ സ്പേസിംഗ് കളിമണ്ണിന് 24 ഇഞ്ച്, ലോമിന് 18 ഇഞ്ച്, മണൽ മണ്ണിന് 12 ഇഞ്ച്. റോ സ്പേസിംഗ് അല്ലെങ്കിൽ വരികൾക്കിടയിലുള്ള അകലം 18 മുതൽ 24 ഇഞ്ച് കളിമണ്ണിന്, ലോമിന് 16 മുതൽ 22 ഇഞ്ച്, സാൻഡ് അല്ലെങ്കിൽ മണൽ മണ്ണിന് 12 മുതൽ 18 ഇഞ്ച്. കൃഷിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം എന്നിവയുടെ വെള്ളത്തിൽ അലിയുന്ന ലവണങ്ങൾ കൂടിയ സാന്ദ്രതയിൽ മണ്ണിൽ കാണപ്പെടുന്നതിനെയാണ് മണ്ണിൻ്റെ ലവണത്വം എന്ന പദം സൂചിപ്പിക്കുന്നത്. ലവണാംശം കൂടിയ മണ്ണുള്ള സ്ഥലത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ സമ്പ്രദായത്തിന് മണ്ണിൻ്റെ ലവണാംശം മറികടന്ന് വിളവ് വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട്. എമിറ്ററുകൾക്ക് ചുറ്റുമുള്ള 15 ഭാഗത്തുള്ള മണ്ണിൽ ലവണാംശം വാഷ് ചെയ്ത് പോയിട്ടുണ്ടാവും. മിക്കപ്പോഴും ഈ ഭാഗത്തെ ചെടിയുടെ വേര് സാന്ദ്രത ഏറ്റവും കൂടുതലായിരിക്കും, പ്രത്യേകിച്ചും വരി വിളകൾക്ക്. കൂടാതെ ലവണാംശം കൂടിയ മണ്ണിൽ വെള്ളം ഊർന്നിറങ്ങുന്നതിൻ്റെ നിരക്കും കുറവാണ്. അതിനാൽ ഉപ്പുവെള്ള മണ്ണിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം രൂപകൽപ്പന ചെയ്യുമ്പോൾ ഉയർന്ന ആവൃത്തിയും കുറഞ്ഞ അളവുമുള്ള ജലസേചനം ആസൂത്രണം ചെയ്യണം. ബൾക്ക് ഡെൻസിറ്റി മണ്ണിൻ്റെ ഞെരുക്കത്തിൻ്റെ സൂചകമാണ് ബൾക്ക് ഡെൻസിറ്റി. ഉണങ്ങിയ മണ്ണിൻ്റെ ഭാരത്തിന് അതിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ഇത്. ഇത് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബിൽ സൂചിപ്പിക്കുന്നു. ബൾക്ക് ഡെൻസിറ്റി മണ്ണിൻ്റെ വായു സഞ്ചാരത്തെ ബാധിക്കുന്നു. ഇത് മണ്ണ് ജലത്തെ ഉൾക്കൊള്ളുന്നതിനെ സ്വാധീനിക്കും. മണ്ണിലേക്ക് വെള്ളം കയറുന്നത്
കുറയ്ക്കുന്നതിലൂടെ ചരിഞ്ഞ ഭൂമിയിൽ നിന്നുള്ള ഒഴുക്ക് വർദ്ധിക്കുന്നതിനും പരന്ന പ്രദേശങ്ങളിലെ മണ്ണിൻ്റെ വെള്ളം കെട്ടിനിൽക്കുന്നതിനും ഇത് കാരണമാകുന്നു. ഇത് മണ്ണിൽ വെള്ളം ശേഖരിച്ചു വെക്കാനുള്ള ശേഷിയെയും ഡ്രിപ്പ് ഇറിഗേഷൻ രൂപകൽപ്പന സമയത്ത് ജലസേചന ആവൃത്തിയെയും സ്വാധീനിക്കുന്നു. ഫീൽഡ് കപ്പാസിറ്റി, പെർമനന്റ് ബിൽറ്റിംഗ് പോയിന്റ്, ലഭ്യമായ ജലത്തിന്റെ അളവ് എന്നിവയെ മണ്ണിന്റെ ഈർപ്പ സവിശേഷതകൾ എന്നാണ് പറയുന്നത്. ഇവ ഒരു തരത്തിലുള്ള മണ്ണിൽ സ്ഥിരവും വേറെ മണ്ണുകളിൽ പല അളവുകളിലും ആയിരിക്കും. കനത്ത മഴയ്ക്ക് മണ്ണ് പൂർണ്ണമായും പൂരിതമായി 2-3 ദിവസത്തിനു ശേഷം മണ്ണിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന വെള്ളത്തിന്റെ അളവിനാണ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷത്തിൽ ചെടി വാടിപ്പോകുമ്പോൾ മണ്ണിൽ അവശേഷിക്കുന്ന ജലത്തിന്റെ അളവാണ് സ്ഥിരമായ വിൽറ്റിംഗ് പോയിന്റ്. പ്രായോഗികമായി എല്ലാ സുഷിരങ്ങളും വെള്ളത്തിൽ നിറയുമ്പോൾ മണ്ണിന്റെ ജലാംശത്തെ സൂചിപ്പിക്കുന്ന പദമാണ് സാച്ചുറേഷൻ അല്ലെങ്കിൽ പൂരിതാവസ്ഥ. ജലസേചനത്തിന്റെ ആവൃത്തിയും ഇടവേളയും നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മണ്ണിന്റെ വെള്ളം നിലനിർത്തൽ ശേഷി കണക്കാക്കപ്പെടുന്നു. കൂടുതൽ വെള്ളം നിലനിർത്താനുള്ള ശേഷിയുള്ള ഒരു മണ്ണിന് കൂടുതൽ കാലം വെള്ളം നൽകാൻ കഴിയും. അതിനാൽ ജലസേചനത്തിന്റെ ഇടവേള കൂടുതലായിരിക്കും. മറുവശത്ത് മോശം ഘടനയും കുറഞ്ഞ ജൈവാംശവും ഉള്ള മണൽ മണ്ണിൽ ജലസേചനത്തിന്റെ ആവൃത്തി കൂടുതലാണ്. പലതരം മണ്ണുകളുടെ ഫീൽഡ് കപ്പാസിറ്റിയും പെർമനന്റ് ബിൽറ്റിംഗ് പോയിന്റുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മണൽ മണ്ണിൽ ഫീൽഡ് കപ്പാസിറ്റി 10% പെർമനന്റ് ബിൽറ്റിംഗ് പോയിന്റ് 5% ആയിരിക്കുമ്പോൾ ലോം അല്ലെങ്കിൽ പശ്ചിമരാശി മണ്ണിൽ ഫീൽഡ് കപ്പാസിറ്റി 22% പെർമനന്റ് ബിൽറ്റിംഗ് പോയിന്റ് 14%. അതുപോലെ സിൽട്ട് മണ്ണിൽ ഫീൽഡ് കപ്പാസിറ്റി 42% പെർമനന്റ് ബിൽറ്റിംഗ് പോയിന്റ് 30% ആയിരിക്കും. സ്ട്രാറ്റിഫൈഡ് സോയിൽസ് ആൻഡ് ഇറിഗേഷൻ. പാളികളാലുള്ള മണ്ണിന്റെ പ്രത്യേകത അതിലെ വേരുപടലങ്ങളുടെ ആക്റ്റീവ് സോണിനുള്ളിൽ തന്നെ സോയിൽ പോറസിറ്റി വ്യത്യാസപ്പെട്ടിരിക്കും എന്നതാണ്. ഉൽപാദനശേഷിയുള്ള മണ്ണിൽ വളരെ കുറഞ്ഞ ആഴത്തിൽ തന്നെ ബെഡ് റൂട്ട് രൂപപ്പെട്ടിരിക്കുന്നതാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ബെഡ് റോക്കിലേക്കുള്ള മണ്ണിന്റെ ആഴം കുറവാണെങ്കിൽ കൂടിയ ആവൃത്തിയിൽ ജലസേചനം ചെയ്യുമ്പോൾ വിളകളുടെ മോശം പ്രകടനത്തിന് കാരണമാകും. ഇത് ബെഡ് റോക്കിന് മുകളിൽ വെള്ളം കെട്ടിനിൽക്കാൻ കാരണമാകുന്നു. അതിനാൽ നാം ഇത്തരം സ്ഥലങ്ങളിൽ ജലസേചന ആവൃത്തി ക്രമീകരിക്കണം. മണ്ണിൽ കാണപ്പെടുന്ന കുറഞ്ഞ ജലപ്രവേശനക്ഷമതയുള്ള പാളികൾ ജലത്തിന്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ അത് വെള്ളക്കെട്ടിന് കാരണമാകുന്നു. ഇത്തരം മണ്ണുകളിൽ വേനൽക്കാലത്ത് കൂടിയ അളവിൽ ജലസേചനം നടത്താൻ പാടുള്ളതല്ല. ചില മണ്ണുകളിൽ ഭൂഗർഭജലത്തിന്റെ ഒരു പാളി ഉപരിതലത്തോട് അടുത്ത്, അതായത് 20 മുതൽ 100 സെന്റിമീറ്റർ വരെ ജലം കടത്തിവിടാത്ത ഒരു പാളിക്ക് മുകളിൽ കാണാം. ഇത് സാധാരണയായി പരിമിത പ്രദേശത്തെ ഉൾക്കൊള്ളുന്നു. ഈ ജലം കടത്തിവിടാത്ത പാളി മേൽപ്പറഞ്ഞ ഭൂഗർഭ ജലപാളിയെ ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ ജലപാളിയിൽ നിന്ന് വേർതിരിക്കുന്നു. കൂടിയ അളവിൽ ജലസേചനം നടത്തിയാൽ ഉയർന്നു നിൽക്കുന്ന, അതായത് ഉപരിതലത്തോട് അടുത്ത ഭൂഗർഭ ജലപാളിയിലെ വെള്ളം വളരെ പെട്ടെന്ന് ഉയരുവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സ്ഥലങ്ങൾ നീണ്ട ഇളവേളയും കുറഞ്ഞ അളവിലുമുള്ള ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടി രൂപകൽപ്പന ചെയ്യേണ്ടതാണ്. വിവിധതരം മണ്ണുകളിൽ വെള്ളത്തിന് ഊർന്നിറങ്ങാനുള്ള കഴിവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കളിമണ്ണ് 0.5 gallons per hour, പശ്ചിമരാശി മണ്ണ് 0.5 to 1 gallons per hour, സാൻഡ് അല്ലെങ്കിൽ മണൽ മണ്ണ് 1 to 2 gallons per hour. മണൽ മണ്ണ്, പശ്ചിമരാശി മണ്ണ്, കളിമണ്ണ് എന്നിവയിൽ
ജലസേചനം കൊണ്ടുള്ള വെറ്റിംഗ് പാറ്റേണിന്റെ വ്യത്യാസമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇതിനനുസരിച്ച് ഓരോ മണ്ണിലും ജലസേചനത്തിന്റെ അളവും ആവൃത്തിയും വ്യത്യാസപ്പെടുത്തേണ്ടി വരും. ജലസേചനം കാരണം വെള്ളത്തിന് മണ്ണിന്റെ ഉപരിതലത്തിൽ താഴെയുള്ള ലംബവും തിരശ്ചീനവുമായ വിതരണ രീതിക്കാണ് നമ്മൾ വെറ്റിംഗ് പാറ്റേൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ചിത്രത്തിൽ പലതരം മൺഘടനയിലൂടെ വെള്ളത്തിൻ്റെ ചലനം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഗ്രാനുലാർ, പ്രിസ്മാറ്റിക്, സബ്-ആംഗുലാർ ബ്ലോക്കി, പ്ലേറ്റ് എന്നീ ഘടനകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായി വിളകളുടെയും കൃഷിരീതികളുടെയും ഡാറ്റ. ടൈം ഫോർ കാനോപ്പി ഫോർമേഷൻ, അല്ലെങ്കിൽ ചെടികളിൽ കാനോപ്പി ശിഖര രൂപീകരണത്തിനെടുക്കുന്ന സമയം. വിള പരിക്രമണത്തിൻ്റെ വിവരം, വിളയുടെ വളർച്ചകാലം, ചെടികളുടെ ഇടയകലം, പീക്ക് സീസൺ ക്രോപ്പ് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ പരമാവധി ബാഷ്പീകരണം നടക്കുന്ന കാലത്തെ ക്രോപ്പ് കോഎഫിഷ്യന്റ്, വേരുപടലത്തിൻ്റെ ആഴം, ജലത്തിൻ്റെയും പോഷകങ്ങളുടെയും ഉപഭോഗത്തിൻ്റെ ഗ്രാഫ് എന്നിവയാണ് പ്രധാനമായും നമുക്ക് ക്രോപ്പ് ഡാറ്റയിൽ വേണ്ടത്. ഡ്രിപ്പുകളുടെയും എമിറ്ററുകളുടെയും ഇടവേള, ഉപയോഗിച്ച ഡ്രിപ്പുകളുടെ തരം, ഒഴുക്ക് നിരക്ക്, ജലസേചനത്തിൻ്റെ ആവൃത്തി, ആവശ്യമുള്ള ജലസേചനത്തിൻ്റെ അളവ് എന്നിവ വിളകളുടെ തരം, കൃഷിസ്ഥലത്ത് വിളകൾ നടുന്ന സമയത്ത് പൂർണ്ണ വളർച്ച എത്തുമ്പോഴും ഉള്ള വലിപ്പവും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മാക്സിമം ക്രോപ്പ് ഇവാപ്പോട്രാൻസ്പിറേഷനും റഫറൻസ് ഇവാപ്പോട്രാൻസ്പിറേഷനും തമ്മിലുള്ള അനുപാതത്തിനാണ് നമ്മൾ ക്രോപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഈ ക്രോപ്പ് കോഎഫിഷ്യന്റ് പൈനാപ്പിളിന് 0.2 ആയിരിക്കുമ്പോൾ ആപ്പിളിന് 1ഉം ഷുഗർ കെയിൻ അല്ലെങ്കിൽ കരിമ്പിന് 1.25 ആണ്. ഡ്രിപ്പ് ഇറിഗേഷന് കീഴിൽ ചില വിളകളുടെ ജല ആവശ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ദിവസത്തിന് ഒരു ചെടിക്ക് ആവശ്യമായ ലിറ്റർ കണക്കിലുള്ള വെള്ളം. തെങ്ങിന് 50 ലിറ്ററാണ്, റബ്ബറിനും വാഴയ്ക്കും അത് 10 ലിറ്റർ വീതമാണ്, ഏലത്തിന് 8 ലിറ്ററും പച്ചക്കറികൾക്ക് 1 മുതൽ 2 ലിറ്റർ വരെ വെള്ളവുമാണ് ആവശ്യം. വിവിധതരം ചെടികളുടെ ഇടയകലമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. തെങ്ങ്, മാവ്, വാഴ, ഏലം, വെണ്ട എന്നിവയുടെ ഇടയകലം നിങ്ങൾക്ക് കാണാം. ഇതനുസരിച്ച് എമിറ്ററുകളുടെ വെള്ളവും വിതരണവും വ്യത്യസ്തമായിരിക്കും. വരി വിളകളുടെ കാര്യത്തിൽ വരിയുടെ മുഴുവൻ സ്ട്രിപ്പും നനയ്ക്കുന്നതിന് എമിറ്ററുകൾ അകലം ക്രമീകരിക്കേണ്ടതുണ്ട്. അടുത്തു വളരുന്നതും നിരയുള്ളതുമായ വിളകളുടെ കാര്യത്തിൽ ഇൻലൈൻ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് എമിറ്ററുകളാണ് അഭികാമ്യം. പ്ലാന്റേഷൻ അല്ലെങ്കിൽ പഴത്തോട്ടങ്ങൾക്ക് ഓൺലൈൻ എമിറ്ററുകളാൽ മികച്ചതാണ്. വരി വിളകൾക്ക് സിംഗിൾ എക്സിറ്റ് എമിറ്റർ ഉപയോഗിക്കുന്നു. മൾട്ടി എക്സിറ്റ് എമിറ്ററുകൾ തോട്ടവിളകൾക്ക് അനുയോജ്യമാണ്. നിങ്ങളുടെ ലാൻഡ്സ്കേപ്പ് രൂപകൽപ്പനയിൽ കൂടിയും കുറഞ്ഞും ജല ഉപയോഗമുള്ള സസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോ തരം ചെടികൾക്കും ശരിയായി നനയുന്നതിന് നിങ്ങൾ ഒരു പ്രത്യേക വാൾവ്, ജലസേചന സർക്യൂട്ടും ഒരേ നിയന്ത്രണ വാൾവ് പ്രവർത്തിപ്പിക്കുന്ന ഒരു കൂട്ടം എമിറ്ററുകളാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. ഇതിനാണ് നമ്മൾ ഹൈഡ്രോസോൺ എന്ന് പറയുന്നത്. അതായത് സമാനമായ നനവ് ആവശ്യകതകളുള്ള സസ്യങ്ങളെ ഒരു ഗ്രൂപ്പാക്കി ഡ്രിപ്പ് ഇറിഗേഷൻ ഒരേ സമയം നൽകുന്ന രീതി. ജലലഭ്യതയെ അടിസ്ഥാനമാക്കി 12 മില്ലിമീറ്റർ അല്ലെങ്കിൽ 16 മില്ലിമീറ്റർ ലാറ്ററുകൾ സ്ഥാപിക്കണം. വളരെ കൂടിയ അകലത്തിൽ നടുന്ന വിളകൾക്ക് 12 മില്ലിമീറ്റർ ലാറ്ററുകളും കുറഞ്ഞ അകലത്തിൽ നടുന്ന വിളകൾക്ക് 16 മില്ലിമീറ്റർ ലാറ്ററുകളും ഉപയോഗിക്കാം.
സാധാരണയായി വളരെ കൂടിയ അകലത്തിൽ നടുന്ന വിളകൾക്ക് ചുറ്റും 4 ഡ്രിപ്പറുകൾ വിവിധ സ്ഥലങ്ങളിൽ, ഇടത്തരം അകലമുള്ള വിളകൾക്ക് 2 ഡ്രിപ്പറുകളും, അടുത്തുള്ള വിളകളായ പച്ചക്കറി, പുഷ്പവിളകൾ എന്നിവ ഓരോ 30 മുതൽ 45 സെന്റിമീറ്റർ ഇടവേളകളിലും ലാറ്ററൽ പൈപ്പിന്റെ ഡിസൈനിൽ ഉണ്ടായിരിക്കണം. ലാറ്ററൽസിൽ ഡ്രിപ്പറുകൾ അല്ലെങ്കിൽ എമിറ്ററുകൾ പല രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നത്. 1, 2, 3, 4, 6 ഡ്രിപ്പറുകൾ എമിറ്ററുകൾ ഉപയോഗിച്ച് ഒരേ ചെടിക്ക് സൂക്ഷ്മജലസേചനം നടത്തുന്നതും, അതുപോലെ റോ ക്രോപ്സ് അല്ലെങ്കിൽ നിരയായി കൃഷി ചെയ്യുന്ന വിളകൾക്ക് 2 നിരകൾക്കിടയിൽ 2 ചെടികൾക്ക് 1 ഡ്രിപ്പർ എന്ന രീതിയിൽ ഉള്ള ഡിസൈനും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പരുത്തിച്ചെടിയുടെ വേരിലും വലിപ്പത്തിലും ഉള്ള വളർച്ചാ നിരക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സസ്യവളർച്ച കൂടുന്നതിനനുസരിച്ച് ജലസേചനത്തിന്റെ ഷെഡ്യൂളിലും അളവിലും വ്യത്യാസം വരുത്തേണ്ടതായിട്ട് വരും. ഓരോ തരം ചെടികൾക്കും പല രീതിയിൽ ആണ് അവരുടെ വേരുകൾ ഊന്നുന്ന ആഴം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് പുല്ലും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും പല രീതിയിൽ പല ആഴത്തിൽ വേര് എത്തിയിരിക്കുന്നത് കാണാം, വളർന്നിരിക്കുന്നത്. ആൽഫാൽഫ എന്ന് പറയുന്ന പയർവർഗ്ഗം വിള ഒരുപാട് ആഴത്തിൽ വേരൂന്നുന്നതാണ്. അതേസമയം പുല്ലുവർഗ്ഗം കുറഞ്ഞ താഴ്ചയിലാണ് വേരൂന്നുന്നത്. പല രീതിയിലുള്ള കൃഷി സമ്പ്രദായങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മോണോക്രോപ്പിംഗ് അല്ലെങ്കിൽ ഒറ്റ വിള മാത്രം കൃഷി ചെയ്യുന്ന രീതി, ക്രോപ്പ് റൊട്ടേഷൻ അഥവാ വിള പരിക്രമണം, 2 അതിൽ കൂടുതലോ വിളകൾ ഒന്നിച്ച് കൃഷി ഒരേ സ്ഥലത്ത് തന്നെ പല കാലങ്ങളിലായി കൃഷി ചെയ്യുന്ന രീതി, ഇന്റർക്രോപ്പിംഗ് അല്ലെങ്കിൽ ഇടവിള കൃഷി സമ്പ്രദായം, പീരിയൽ ക്രോപ്സ് അല്ലെങ്കിൽ ദീർഘകാല വിള സമ്പ്രദായം. ഈ ഓരോ സമ്പ്രദായത്തിനുമനുസരിച്ച് നമ്മൾ എമിറ്ററുകൾ സംവിധാനം ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും. ഈ ചിത്രത്തിൽ ഒറ്റവിള സമ്പ്രദായത്തിൽ ഓരോ ചെടിക്കും ഓരോ എമിറ്റർ എന്ന രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇടവിളയായി തക്കാളിയും ചോളവും കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഓരോ വിളയ്ക്കും ഇടയും 2 നിരകൾക്കിടയിൽ ലാറ്ററൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. തെങ്ങ് പോലെയുള്ള ദീർഘകാല വിളകൾക്ക് ഒരു മരത്തിന് ചുറ്റും 6 എമിറ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതായി ഡാറ്റ ഓഫ് വാട്ടർ സപ്ലൈ കപ്പാസിറ്റി. നമുക്ക് ശേഖരിക്കേണ്ട പ്രധാന വാട്ടർ സപ്ലൈ ഡാറ്റകൾ: 1. ജലസ്രോതസ്സിന്റെ പ്രത്യേകതകൾ, ഹവേഴ്സ് ഓഫ് സപ്ലൈ, എത്ര സമയത്തേക്ക് ജലപമ്പ് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നത്, മാക്സിമം ഹവർലി ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജിന്റെ നിരക്ക്, വാട്ടർ ക്വാളിറ്റി, നമ്മൾ ഉപയോഗിക്കുന്ന ജലത്തിന്റെ ഗുണനിലവാരം. അടുത്തതായി പ്രധാന ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കിണർ അല്ലെങ്കിൽ ഓപ്പൺ വെൽ, ട്യൂബ് വെൽ അല്ലെങ്കിൽ കുഴൽ കിണർ, പുഴ, കുളങ്ങൾ, വാട്ടർ ടാങ്കുകൾ എന്നിവയാണ് പ്രധാന ജലസ്രോതസ്സുകൾ. ജലസ്രോതസ്സുകളുടെ ആഴവും റീചാർജ് നിരക്കും പ്രദേശത്തെ വൈദ്യുതി ലഭ്യതയും ഡ്രിപ്പ് സിസ്റ്റം രൂപകൽപ്പനയിൽ ഉപയോഗിക്കുന്ന പമ്പിനെ നിർവചിക്കുന്ന ഘടകങ്ങളാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തിന്റെ ഷെഡ്യൂൾ ജലസേചനം ആരംഭിക്കുന്നതിന് മുമ്പ് ജലസ്രോതസ്സിൽ ലഭ്യമായ ജലത്തിന്റെ അളവിനെയും അടുത്ത ജലസേചനത്തിന് മുമ്പ് ഉപയോഗിച്ച ജലം നിറയാൻ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വരൾച്ച പ്രതിരോധ ശേഷി കുറഞ്ഞ വിളകളുടെ ജലസേചനത്തിന് ഈ ഡാറ്റ അത്യന്താപേക്ഷിതമാണ്. ഡ്രിപ്പ് ഇറിഗേഷന്റെ പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് എമിറ്ററുകൾ അടയുന്നത്.
എല്ലാ എമിറ്ററുകൾക്കും 0.2 മുതൽ 2 മില്ലിമീറ്റർ വ്യാസമുള്ള വളരെ ചെറിയ ജലപാതകളുണ്ട്. വെള്ളം ശുദ്ധമല്ലെങ്കിൽ ഇവ തടസ്സപ്പെടും. അതിനാൽ ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന വെള്ളം അവശിഷ്ടങ്ങളില്ലാത്തതായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വെള്ളത്തിൽ ആൽഗകൾ, വളനിക്ഷേപം, കാൽസ്യം, ഇരുമ്പ് തുടങ്ങിയ ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തടസ്സമുണ്ടാക്കും. സിസ്റ്റം രൂപകൽപ്പനയിൽ ഏറ്റവും ഉചിതമായ ഫിൽട്ടറുകളും വാട്ടർ പമ്പുകളും ഉൾപ്പെടുത്തുന്നത് പ്രശ്നത്തിന് പരിഹരിക്കാൻ കഴിയും. കിണറുകളിലും ഉപരിതല ജലത്തിലും അഭികാമ്യമല്ലാത്ത ധാതുക്കളും മണലും അടങ്ങിയിട്ടുണ്ട്. ഉപരിതല ജലത്തിൽ ജൈവ അവശിഷ്ടങ്ങൾ, ആൽഗകൾ, ബാക്ടീരിയകൾ, മണ്ണിന്റെ കണികകൾ, മറ്റു വസ്തുക്കൾ എന്നിവ അടങ്ങിയിരിക്കാം. മൈക്രോ ഇറിഗേഷൻ സംവിധാനം രൂപകൽപ്പന ചെയ്യുന്നതിൽ എമിറ്റർ തടസ്സപ്പെടാതിരിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ ശരിയായി ആസൂത്രണം ചെയ്യുന്നതിന് ആദ്യം ജലത്തിന്റെ ഗുണനിലവാരം ടെസ്റ്റ് ചെയ്യണം. അത്തരം ഘടകങ്ങളിൽ സാൻഡ് സെപ്പറേറ്ററുകൾ, സാൻഡ് മീഡിയ ഫിൽട്ടറുകൾ, സ്വയം ക്ലീനിംഗ് ഡിസ്ക് അല്ലെങ്കിൽ സ്ക്രീൻ ഫിൽട്ടറുകൾ, രാസവസ്തുക്കളോ വളമോ ഫെർട്ടിഗേഷൻ വഴി നൽകുമ്പോൾ ജലത്തിന്റെ ഗുണനിലവാരം സംരക്ഷിക്കുന്നതിനുള്ള ബാക്ക്ഫ്ലോ പ്രിവെന്ററുകൾ എന്നിവ ഉൾപ്പെടാം. ജലസേചനത്തിന്റെ ഉറവിടം കുറഞ്ഞ ഭൗതിക മാലിന്യങ്ങളുള്ള ഒരു കുഴൽക്കിണറാണെങ്കിൽ സ്ക്രീൻ ഫിൽട്ടറുകൾ മാത്രമേ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുള്ളൂ. ജലസ്രോതസ് ഒരു തുറന്ന കിണറോ കനാലോ ആണെങ്കിൽ സാൻഡ് ഫിൽട്ടറും ഹൈഡ്രോസൈക്ലോൺ ഫിൽട്ടറും സഹിതം സ്ക്രീൻ അല്ലെങ്കിൽ ഡിസ്ക് ഫിൽട്ടറുകൾ സ്ഥാപിക്കണം. ഭൂഗർഭ ഉപരിതലത്തിന് മുകളിൽ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടി സ്ഥാപിക്കുന്ന വെളുത്ത പ്ലാസ്റ്റിക് പൈപ്പിനുള്ളിൽ ആൽഗകളുടെ വളർച്ചയ്ക്ക് നേരിട്ട് തട്ടുന്ന സൂര്യപ്രകാശം കാരണമാകും. എന്നാൽ സൂര്യപ്രകാശം പൈപ്പിലേക്ക് തുളച്ചു കയറാത്ത തരത്തിൽ കറുത്ത പൈപ്പിന് അല്ലെങ്കിൽ പി പൈപ്പ് ഉപയോഗപ്പെടുത്താം. ഇവ ആൽഗകളുടെ വളർച്ച ബാധിക്കില്ല. അമിതമായി ലയിക്കാത്ത ഖരവസ്തുക്കളുള്ള വെള്ളം ഉപയോഗിക്കുമ്പോൾ വ്യാസമുള്ള അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയയുള്ള എമിറ്ററുകൾ ഡ്രിപ്പ് സിസ്റ്റം ഡിസൈനിങ്ങിൽ ഉൾപ്പെടുത്തണം. ഭൂഗർഭജലം ഉയർന്ന നിലവാരത്തിലുള്ളതാണെങ്കിലും അതിൽ ഉയർന്ന അളവിൽ ഇരുമ്പും മാംഗനീസും അടങ്ങിയിരിക്കാം. ഡ്രിപ്പ് ഇറിഗേഷൻ ഉപയോഗിക്കുന്ന ജലത്തിൽ ഇരുമ്പ് അംശം 0.2 ppm വരെയും സാന്ദ്രതയിലും മാംഗനീസ് 0.1 ppm സാന്ദ്രതയിലും ഡ്രിപ്പ് ലൈനിൽ ക്ലോഗിങ്ങിന് കാരണമാകും. ഇരുമ്പിന്റെയും മാംഗനീസിന്റെയും അവശിഷ്ടം രൂപപ്പെട്ടാൽ പിന്നെ അവയെ ലയിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതിനാൽ അവയെ വേണ്ട രീതിയിൽ ആദ്യം തന്നെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യണം. ജലത്തിൻ്റെ ക്വാളിറ്റിയും അവയ്ക്ക് എമിറ്ററുകൾ ക്ലോഗ് ചെയ്യാനുള്ള ശേഷിയുമാണ് ഈ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത്. pH 7 കുറവാണെങ്കിൽ വളരെ സേഫാണ്. അത് 7.5 മുകളിലാണെങ്കിൽ ലീക്കിനുള്ള സാധ്യത കൂടുന്നു. അതുപോലെ പർട്ടിക്കുലേറ്റ് മാറ്റർ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഖരവസ്തുക്കൾ 30 ppm കുറവാണെങ്കിൽ സേഫായിരിക്കും. 100 കൂടുതലാണെങ്കിൽ അത് പ്രശ്നങ്ങളുണ്ടാകും. ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് 500 ppm കുറവാണെങ്കിൽ സേഫായിരിക്കും. 2000 ppm മുകളിലാണെങ്കിൽ ക്ലോഗിങ്ങുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബാക്ടീരിയയുടെ അളവ് 10,000 കുറവാണെങ്കിൽ സേഫാണ്. 50,000 മുകളിൽ ആണെങ്കിൽ അത് ക്ലോഗിങ്ങുള്ള സാധ്യത ഉണ്ടാക്കും. സിസ്റ്റങ്ങൾ പ്രതിദിനം 18 മുതൽ 22 മണിക്കൂറിൽ കൂടുതൽ പ്രവർത്തിപ്പിക്കാതിരിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കണം. പ്രവർത്തന സമയം എത്രയും കുറയുന്നത് നല്ലതാണ്. സിസ്റ്റം സർവീസ് നൽകുന്നതിന് സമയം ആവശ്യമാണ്. തകരാറുകൾ പരിഹരിക്കുന്നതിനുള്ള സമയം, വരൾച്ച കാലഘട്ടത്തിലെ പ്രവർത്തനം അധികമായി അനുവദിക്കുന്നതിനുള്ള സമയം, സസ്യജാലങ്ങളുടെ ഉയർന്ന ഉപയോഗ കാലയളവിൽ ഒരു സുരക്ഷാ ഘടകം നൽകുന്നതിനുള്ള സമയം എന്നിവയും ആവശ്യമാണ്. കുറഞ്ഞ ശേഷിയുള്ള ഒരേ ഡിസ്ചാർജ് നിരക്കിന്റെ കൂടുതൽ എമിറ്ററുകൾ ഉപയോഗിക്കുന്നത് സാധാരണയായി
കൂടുതൽ ശേഷിയുള്ള കുറച്ച് എമിറ്ററുകളേക്കാൾ നല്ലതാണ്. ഇത്രയും സമയം ഈ ക്ലാസ് ശ്രവിച്ചിരുന്ന എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു.